പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നന്മകൾ വല്ലതും ചെയ്തിട്ടുണ്ടോ? നാം രാവിലെയാകുമ്പോൾ എഴുന്നേൽക്കുകയാണ്, വൈകുന്നേരമാകുമ്പോൾ വീട്ടിലേക്ക് പോകുകയാണ്, സ്വന്തം ഭവനത്തിലേക്ക് പോയി കിടന്നുറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു. നന്മകൾ വല്ലതും ചെയ്തോ? നിസ്കാരം നമ്മൾ നിർവഹിച്ചോ? സൽക്കർമ്മങ്ങൾ ചെയ്തോ? എന്താണ് നമ്മൾ ചെയ്തത്? പ്രിയമുള്ള മുഅ്മിനേ, നമ്മൾ ചിന്തിക്കണേ. നമ്മുടെ മാതൃക, നമ്മൾ ആരെയാണ് മാതൃകയാക്കേണ്ടത്? നമ്മുടെ മുൻ സ്വഹാബാക്കൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയുണ്ടല്ലോ, അതല്ലയോ നമ്മൾ അനുധാവനം ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുകയാണ്, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമാ. ആരാണ് ഇന്ന് നിങ്ങളിൽ നോമ്പ് പിടിച്ചിട്ടുള്ളതാരാണ്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ ചോദിക്കുകയാണ്. ഏകദേശം സമയം ഒരു നോമ്പിന്റെ സമയമാകുമ്പോൾ ഒരു പക്ഷേ അസറിന്റെ സമയമാകാം, അല്ലെങ്കിൽ മഗ്‌രിബിനോട് അടുത്ത സമയമാകാം. അപ്പോൾ പ്രവാചകൻ ചോദിക്കുകയാണ്, ആരാണ് നിങ്ങളിൽ നോമ്പുകാരായിട്ടുള്ളത്? മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമാ. ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അനാ, ഞാനതാ സ്വായിമാണ്, ഞാൻ സിയാമാണ്, സ്വായിമാണ്, നോമ്പുകാരനാണ്. ഖാല ഫമൻ ഇത്തബഅ മിൻകുമുൽ യൗമ ജനാസാ. ഖാലു അബൂബക്കർ. ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു അനാ. അവിടുന്ന് പറഞ്ഞു, ഞാൻ ജനാസയെ അനുഗമിച്ചതാരാണ്? പ്രവാചകൻ ചോദിച്ചു. അന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഖാല ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനാ. ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന. അവിടുന്ന് പറഞ്ഞു, ഞാനതാ മിസ്കീന് ഭക്ഷണം കൊടുത്തു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇന്നൊരു സാധുവിന് ഭക്ഷണം കൊടുത്തതാരാണ്? അബൂബക്കർ പറഞ്ഞു, ഞാൻ കൊടുത്തു റസൂലുള്ളാഹ്. നമ്മൾ മനസ്സിലാക്കണേ. ഖാല ബിന്നും പ്രവാചകൻ ചോദിക്കുകയാണ്, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദാ. ആരാണ് രോഗിയെ സന്ദർശിച്ചത്? ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മജ്തമഅനാ ഫീ ഇംറിഇൻ ദഖലൽ ജന്ന. ഈ ഒരു സാധനങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടിയാൽ അവൻ സ്വർഗ്ഗത്തിൽ കടക്കാതിരിക്കില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞപ്പോൾ, പ്രിയമുള്ള മുഅ്മിനേ, അബൂബക്കറും ഫിൽ ജന്ന. അബൂബക്കർ സ്വർഗ്ഗത്തിന്റെ അവകാശിയല്ലേ? ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന. ഇവരെല്ലാം സ്വഹാബാക്കളും സ്വർഗ്ഗത്തിലല്ലയോ? സ്വഹാബാക്കളെല്ലാം സ്വർഗ്ഗത്തിലല്ലയോ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നേരം പോക്കുകളായി നാവുകളിൽ നിന്ന് നിഗർകളിക്കുന്നതായ ഓരോ വചനങ്ങളും ഉണ്ടല്ലോ. സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ മനസ്സിനെ വേദനിപ്പിക്കുന്ന നാവുമായി ഓരോരുത്തർ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ അതാ പറയുന്ന വാക്കുകളുണ്ടല്ലോ, എത്രമാത്രം വീര്യമുള്ളതാണ്, എത്രമാത്രം വിഷമുള്ളതാണെന്നുള്ളതായ ചിന്ത ഓരോ മനുഷ്യനും ഉണ്ടായാൽ അവൻ മിണ്ടാതിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പാതയല്ലോ നമുക്ക് ആവശ്യം. ഉമറുൽ ഫാറൂഖിന്റെ, ഉസ്മാൻ, അലി ഇബ്നു കറമല്ലാഹു വജ്ഹ, ഇതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്. അല്ലാതെ വെറുതെ ഓരോ ജാടകൾ കാണിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണ്. നാവുകൾ സൂക്ഷിക്കുക. ഈ ഒരു രീതിയിൽ നന്മകൾ ചെയ്തുകൊണ്ട് മിസ്കീന് ഭക്ഷണം കൊടുക്കണേ, ജനാസയെ അനുഗമിക്കണേ, സുന്നത്തായ നോമ്പുകൾ അനുഷ്ഠിക്കണേ.
രോഗിയെ സന്ദർശിക്കണേ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുത്തലി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരുനാവ് കൊണ്ട് പറഞ്ഞില്ലയോ, ഈ വസ്തുവകൾ ഈ കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ കൂട്ടപ്പെട്ടാൽ ദഖലൽ ജന്ന